നമസ്കാരം. നമ്മുടെ 72ാമത്തെ എപ്പിസോഡാണിത്. ഈ എപ്പിസോഡ് ഞാൻ ആലുവ ജില്ലാ ഹോസ്പിറ്റലിൽ വരേണ്ട വന്നു. അവിടെ വന്നപ്പം എൻ്റെ ഒരു സുഹൃത്തിനുള്ള ഒരു നല്ല ബന്ധമുള്ളൊരു സൈക്കോളജിസ്റ്റ് ആയ നമ്മുടെ പ്രസാദ് കുമാർ സാറിനെ കാണുകയുണ്ടായി. അപ്പം ഞാനിങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യാനായിട്ട് കുറേ ഒരു മനുഷ്യന് കൊടുക്കാനുള്ള അഡ്വൈസിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പം അദ്ദേഹം എനിക്ക് കുറേ കാര്യങ്ങൾ, ഒരു സാധാരണ മനുഷ്യൻ്റെ ലൈഫിൽ പാലിക്കേണ്ട കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ നോട്ട് ചെയ്തെടുക്കുകയും ചെയ്തു. ആ നോട്ട് ചെയ്ത കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ പോവുകയാണ്. ഒന്ന്, നമ്മുടെ ആരോഗ്യവും മനസ്സും എപ്പോഴും സ്റ്റേബിളായിരിക്കണം. നമ്മുടെ മനസ്സ് ആരോഗ്യത്തോടൊപ്പം തന്നെ മനസ്സ് സ്റ്റേബിളാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾക്ക് മുന്നോട്ട് റീച്ച് ചെയ്യാനൊക്കെ ഉള്ളൂ. ആരോഗ്യം സ്റ്റേബിളാക്കാൻ നമുക്ക് ഇന്ന് ശ്വാസമുട്ടൽ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും നമ്മൾ കുറച്ചെങ്കിലും നടക്കുമെങ്കിലും ചെയ്യണം. കാരണം എക്സസൈസ് ചെയ്യാൻ പറ്റില്ല, നടക്കുമെങ്കിലും ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ആഹാരം, അത് ഇറച്ചി ഇങ്ങനെയെല്ലാം കഴിക്കുക തന്നെ ചെയ്യണം. കാരണം അതൊന്നും കഴിക്കാതെ മിതത്വമൊന്നും പാലിച്ചിട്ട് കാര്യമില്ല. അത്യാവശ്യം ശ്വാസം മുള്ളാൻ കുറച്ച് ഇരുന്ന് പിന്നെ അങ്ങനെയെങ്കിലും നമ്മളൊക്കെ ചെയ്യാൻ പറ്റണം. നമ്മൾ എക്സസൈസ് ചെയ്യണം, അല്ലാതെ അത് വ്യായാമം ചെയ്തിരിക്കണം. പിന്നെ കൃത്യമായ ഉറക്കം. സാർ പറഞ്ഞത് 8 മണിക്കൂറെങ്കിലും, പലർക്കും പലതാണ് ഉറക്കം. 6 മണിക്കൂർ ഉറങ്ങിയാലും കുഴപ്പമില്ലാത്തവരുണ്ട്. 8 മണിക്കൂർ 10 മണിക്കൂർ ഉറങ്ങിയാലും കുഴപ്പമില്ല. അതിൽ നിന്നുണ്ടാകുന്ന നഷ്ടങ്ങൾ ഒരു നഷ്ടമേ അല്ല. നമ്മുടെ ഉറക്കം കൊണ്ട് ഉറങ്ങുക, നമ്മളിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കൂടുതൽ നേടാം എന്ന് വിചാരിക്കുന്നത് അത്ര ലാഭമൊന്നും ഉണ്ടാക്കില്ലെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഉറങ്ങി തന്നെ ഉറങ്ങണം. 10 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ഉറങ്ങുക. പിന്നെ അതുപോലെ തന്നെ വിശ്രമം. എന്തൊക്കെ ചെയ്താലും നമ്മൾ ഏതെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പോയിരുന്ന്, വീടും അതിൻ്റെ ഇതൊക്കെ വിട്ട് എവിടെയെങ്കിലും ഒരു ഒറ്റപ്പെട്ട പ്രകൃതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെയാണെങ്കിലും യാത്ര ചെയ്യുമ്പോൾ പോലും ഒരിടത്ത് നല്ലൊരു സ്ഥലമൊന്നും കണ്ട് അവിടെ ഇറങ്ങി വിശ്രമിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത്, എല്ലാം ഞാൻ നോട്ട് ചെയ്തെടുത്തു. അതാണ് ഞാൻ ഇടയ്ക്ക് പേപ്പറിലേക്ക് നോക്കുന്നത്. നമ്മൾ ആരുമായിട്ടും താരതമ്യം ചെയ്യരുത്. താരതമ്യം എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ വലിയവനുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യരുത്, നമ്മളെയൊക്കെ ചെറിയവനുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ ചെറിയവനായിട്ട് താരതമ്യം ചെയ്യും. അവനങ്ങനെ, നമ്മൾ ചുമ്മാ തത്വം പറയാൻ വേണ്ടി പറയും, അവൻ അങ്ങനെയൊക്കെ ജീവിക്കുന്നില്ല, ചിലർ നമ്മളെ ഉപദേശിക്കും, അത് അവനങ്ങനെയൊക്കെ അല്ല, അതൊക്കെ മതി എന്ന് പറയും. അതും താരതമ്യം ചെയ്ത് നമ്മളെയൊക്കെ വലിയവനെ നമ്മൾ താരതമ്യം ചെയ്യരുത്. നമ്മളായിരുന്നാൽ മതി, മറ്റാരും ആകണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. പിന്നെ നമ്മളാരും നന്നാകാൻ വേണ്ടി ഉപദേശിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഉപദേശിക്കല്ല, എന്തെങ്കിലും നമ്മൾ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയുക, അല്ലാതെ നീ അങ്ങനെയാണ് എങ്ങനെയാണെന്നും പറഞ്ഞൊന്നും ഉപദേശിക്കരുതെന്നാണ് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നത്. പിന്നെ നമ്മൾ ആരെയെങ്കിലും സഹായിച്ചാൽ ആ സഹായിക്കുന്നത് ഒരു കാരണവശാലും, നമുക്കൊരു 100 രൂപ നമുക്ക് വരുമാനം ആസ്തി ഉണ്ടെങ്കിൽ നമുക്ക് 10 രൂപ സഹായിക്കാൻ പറ്റുമെങ്കിൽ എത്ര ഒരു ആവശ്യം ഒരാൾക്ക് വന്നാലും ആ 10 രൂപയുടെ സഹായം ചെയ്യുള്ളൂ, അല്ലെങ്കിൽ 15 രൂപ. ബാക്കി 85 രൂപയും നമ്മുടെ ആവശ്യങ്ങൾക്ക് തന്നെ ഉപയോഗിക്കണം. നമ്മളെക്കൊണ്ട് പരിധി വിട്ടുള്ള സഹായങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ടതാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ എത്ര ശത്രുക്കൾ വന്നാലും, അടുത്ത ഒരിതാണ്, 4ാമത്തെ കാര്യമാണ്, നമ്മൾ ഒഴിഞ്ഞു മാറുക. നമ്മളൊന്നിനും പോകണ്ട. ഇനി നമ്മളെ ആക്രമിക്കാൻ വരുന്നവരോ നമ്മളെ എതിരിടാൻ വരുന്നവരെ ഒന്നും അത് എതിരിട്ടോണ്ടേയിരിക്കും അവർ. നമ്മളവരെ തോൽപ്പിക്കാൻ പോയാൽ, അത് ഞാൻ പണ്ട് ഒരു എപ്പിസോഡിൽ എൻ്റെ ഒരു അഭിപ്രായമായിട്ട് പറയാം, വഴിയെ പോകുന്ന പട്ടിയെല്ലാം കല്ലെറിയാൻ പോയാൽ ആ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ, ഒരിക്കലും ലക്ഷ്യസ്ഥാനത്തെത്തില്ല. ഒഴിഞ്ഞു മാറുക. നമ്മളതുകൊണ്ട് ഒരിടത്തും തോൽക്കാൻ പോകുന്നില്ല. നമ്മൾ വരുന്ന ശത്രുക്കളെ വലിയ രാജാക്കന്മാർ പോലും ജയിച്ചിട്ടില്ല. ഒത്തിരി യുദ്ധങ്ങൾ ജയിച്ച രാജാക്കന്മാർ അദ്ദേഹം പറഞ്ഞാണ്, അവർ പോലും തോറ്റുപോയിട്ടുണ്ട്. അവസാനം തോൽവിയിലാണ്. അങ്ങനെയാണ്, ഒന്നും നേടാൻ പറ്റിയിട്ടില്ല. പക്ഷേ ലക്ഷ്യങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് എൻ്റെ നഷ്ടപ്പെട്ട പ്രതാപകാലമൊക്കെ എനിക്ക് തിരിച്ചെടുക്കണമെന്നുണ്ട്. അതാണ് എൻ്റെ ഒരു വയ്യായ്മ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചു. അത് 1 വർഷമെങ്കിലും എനിക്ക് ആ പഴയ പ്രതാപത്തിലേക്ക് എത്തണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ പ്രതാപം എന്നുള്ളത് വിട്ടുകളയുക, നമ്മുടെ കർമ്മം ചെയ്യുക. അതിന് അദ്ദേഹവും ബുദ്ധൻ്റെ ഉപദേശങ്ങളാണ് എനിക്ക് പറഞ്ഞു തന്നത്. പുള്ളി പറഞ്ഞൊരു മതവിശ്വാസി അല്ല എന്ന് പറഞ്ഞ്
പുള്ളി അതിൻ്റെ ബേസിലല്ല ഇത് നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടിയിരിക്കും. കിട്ടിയില്ലെങ്കിൽ കൂടി നമ്മൾ സാറ്റിസ്ഫൈഡാണ്. നമ്മളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മൾ സാറ്റിസ്ഫൈഡാണ്. അത് തന്നെയാണ് വലിയ പ്രതിഫലം എന്ന് പറയുന്നത്. പിന്നെ നമുക്കുള്ള എന്ത് കഴിവുകൾ, ആ കഴിവുകൾ വർദ്ധിപ്പിക്കാനുള്ള എന്ത് മാർഗവും നമ്മൾ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ എന്ത് കഴിവുകളുണ്ടെങ്കിലും അത് വർദ്ധിപ്പിക്കാനുള്ള ഒരു ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ആരുടെയും സർട്ടിഫിക്കറ്റിന് വേണ്ടി ശ്രമിക്കേണ്ടതെന്ന് പറഞ്ഞു. ആരുടെയും സർട്ടിഫിക്കറ്റിന് വേണ്ടി ഒരിക്കലും മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിക്കാനും ഒരിക്കലും ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ഒരിക്കലും ശ്രമിക്കരുതെന്ന് പുള്ളി അദ്ദേഹം പറഞ്ഞു. സർട്ടിഫിക്കറ്റിന് വേണ്ടി ശ്രമിക്കുകയേ വേണ്ട. അത് നമ്മൾ പഠിക്കുമ്പോൾ കോളേജിൽ നിന്നൊക്കെ കിട്ടുന്ന സർട്ടിഫിക്കറ്റിന് പോലും വാല്യൂ ഇല്ലെന്നാണ് പുള്ളി പറയുന്നത്. അത് മറ്റൊരു ജോലിക്കൊക്കെ ഉപകരിക്കുകയുള്ളൂ. ഒട്ടും പഠിക്കാത്ത ഒത്തിരി പേര് വലിയ രീതിയിൽ എത്തിയിട്ടുണ്ടെന്നൊക്കെ ഒത്തിരി ഉപകാരാവകാശങ്ങളാണ്. ഞാൻ പോയിൻറ്റ്സ് മാത്രമേ എടുത്ത് പറയുന്നുള്ളൂ. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു 7ാമത്തെ കാര്യം, നമ്മളെ ശല്യം ചെയ്യാനോ ഉപദ്രവിക്കാനോ ഒക്കെ വരുന്നവരെ, ശല്യമായിട്ട് നമ്മുടെ കൂടെ കൂടാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ശ്രമിക്കുന്നവരെ നമ്മൾ വെറുപ്പിക്കാതെ അകന്ന് മാറുക. പക്ഷേ അവരോട് മിണ്ടാതെയൊന്നും ഇരിക്കരുത്. മുഖത്തടിച്ച് പ്രതികരിച്ച് അവരെ ഒഴിവാക്കുക. നീയായിട്ട് കൂടത്തില്ല എന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. നൈസായിട്ട് പറഞ്ഞ് തിരക്കുണ്ടെന്നും പറഞ്ഞ് ഒഴിവാകുക എന്നേ ഉള്ളൂ. വെറുപ്പിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടാൽ മാത്രമല്ല നമ്മളെ കുറ്റപ്പെടുത്തുന്നത്. നമ്മൾ രക്ഷപ്പെടാതെ ഒരിടത്ത് ഇരുന്നാലും നമ്മളെ കുറ്റപ്പെടുത്തും. നമ്മൾ കൃത്യമായിട്ട് ജീവിതചര്യകളെല്ലാം പാലിച്ചാലും നമ്മളെ കുറ്റപ്പെടുത്തും. അതുകൊണ്ട് രക്ഷപ്പെട്ടാൽ ചുമ്മാ മനുഷ്യൻ എപ്പോഴും കുറ്റപ്പെടുത്തുക. അത് ലോകത്തുള്ള ഒരു വ്യവസ്ഥിതിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ 9ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു അതിൽ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അത് തന്നെയാണ് വലിയ കാര്യം. ചിലർ ഭാര്യ പോയി അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു തോറ്റുപോയി, പക്ഷെ അതിൽ നിന്നൊരു സ്വാതന്ത്ര്യം കിട്ടും. ആ സ്വാതന്ത്ര്യം ഒരു വലിയ കാര്യമാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത്. നമ്മൾ സ്വാതന്ത്ര്യത്തിന് നമ്മൾ എന്ത് ചെയ്യണോ അതിൽ നമ്മൾ തോറ്റുപോയിക്കോട്ടെ, തോൽക്കുന്നതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ പറ്റും. കാരണം ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന് നമുക്കുണ്ടായത്. അതുകൊണ്ട് നമ്മൾ സ്വയം ഒരാൾ പറഞ്ഞാൽ തിരുത്തപ്പെടുകയില്ല. ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ പാഠം ഉൾക്കൊണ്ട് നമുക്ക് മുന്നേറാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അന്ന് മൈൻഡ് ചെയ്യേ വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ കുറ്റപ്പെടുത്തുന്നവരെ ഒന്നും മൈൻഡ് ചെയ്യേ വേണ്ട. കുറ്റപ്പെടുത്തുന്നവരെ മൈൻഡ് ചെയ്യുക. അദ്ദേഹം പറയണം, അദ്ദേഹം വലിയൊരു മനുഷ്യനാണ്. അദ്ദേഹം സൈക്കോളജിസ്റ്റാണ്, സൈക്കാട്രി പഠിച്ചിട്ടുണ്ട്, സൈക്കോളജിസ്റ്റാണ്. ഒരുപാട് ഇതൊക്കെ ഒത്തിരി പേര് അംഗീകരിക്കുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ പോലും കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹമായിട്ട് 10-18 കൊല്ലത്തെ ബന്ധമാണ് എനിക്ക്. പിന്നെ ചിന്തിക്കുക, സ്വതന്ത്രമായിട്ട് ചിന്തിക്കുക, ആരുടെ അഡ്വൈസ് തേടാതിരിക്കുക. പുള്ളി പറയുന്നത് ഈ ഓൺലൈൻ മീഡിയ ഒന്നും അധികം കണ്ട് വിശ്വസിക്കരുതെന്നാണ് പറഞ്ഞത്. പുസ്തകങ്ങളിൽ എഴുതിയത് പോലെ നല്ല പുസ്തകം ചീത്ത പുസ്തകമുണ്ട്. അതിനകത്ത് നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാനൊരു കഴിവ് വേണം. ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കാനാണ് പുള്ളി പറയുന്നത്, ഉള്ളതുകൊണ്ട്. പിന്നെ പുള്ളി എന്നോടൊരു കാര്യം പറഞ്ഞു. ഇങ്ങനെ സംസാരിക്കാനൊക്കെ വലിയ ലക്ഷ്യങ്ങൾ ഇതൊന്നും വേണ്ട, ജോയ്സൺ ലൈഫിൽ നിലവിൽ സക്സസ് ആണെന്ന് എന്നോടൊരു ഉപദേശം തന്നു കേട്ടോ. കാരണം അതിനെക്കുറിച്ച് പുള്ളിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം പുള്ളി പറഞ്ഞ ജോയ്സൺ വലിയ BMW നടക്കണമെന്നൊന്നും അല്ല കാര്യം. ജോയ്സൺ സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യുന്നു, ജോയ്സൺ ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് ജോയ്സൺ സക്സസ് ആണ് ലൈഫിൽ എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു 3 പ്രാവശ്യം ഒരു കല്ലിൽ തട്ടിയാൽ നമ്മൾ 4ാമത് ഐശ്വര്യക്കേടാണെന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കാതിരിക്കരുത്. 3 പ്രാവശ്യം എന്നുള്ളത് 4ാമത് നടക്കുക, അതിലായിരിക്കും ചിലപ്പോൾ 5ാമത്, അതിലായിരിക്കും നമ്മൾ സക്സസ് ആകുന്നത്. അങ്ങനെ മുന്നോട്ട് തന്നെ പോവുക. അതിനകത്തൊന്നും ഇടതടവില്ലാതെ മുന്നോട്ട് തന്നെ പോവുക. നമ്മൾ കല്ല് തട്ടി ഐശ്വര്യക്കേട് പിന്നെ പല്ലി അലച്ചു അങ്ങനെ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊന്നും വേണ്ട. അതിനകത്തൊന്നും ഒരു കാര്യമില്ല. ഇടം കണ്ണ് ചൊറിഞ്ഞു വലം കണ്ണ് ചൊറിഞ്ഞു ഇതൊന്നും വിചാരിക്കേണ്ട. ഓൺലൈൻ മീഡിയ വളരെയധികം മനുഷ്യനെ വഴിതെറ്റിക്കുന്നു എന്നാണ് പറഞ്ഞത്. പല കുടുംബ ബന്ധങ്ങളും പുള്ളി ഒരു ഉദാഹരണം പോലെ പറഞ്ഞു. ഒരു 40 വയസ്സിന് മേളിലുള്ള ആളുകളുടെ പ്രേമമൊക്കെ എന്ന് പറഞ്ഞാൽ മിണ്ടിയിട്ട് പോലും ഇല്ലായിരിക്കും, പക്ഷെ അതൊക്കെ പവിത്രമായിരുന്നു. ഇന്നത്തെ കാലത്തെ പ്രേമമായിട്ട് പുള്ളി ഉപമിക്കുകയാണ്. അതൊരു വേറൊരു തലത്തിലേക്ക് പോവുകയാണ് എന്ന് തന്നെ പറയുകയാണ്. ഇത്രയൊക്കെയാണ് പുള്ളി പറഞ്ഞത്. ഇദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തോട് ആദ്യം നന്ദി പറഞ്ഞു, പ്രസാദ് സാറിനോട്.
അതുപോലെ തന്നെ നമുക്ക് വീണ്ടും 73-ാമത്തെ എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.